ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ കയ്യിൽ ഇന്നുള്ളത് ഇപ്പോൾ റീസെൻ്റായിട്ട് ഇറങ്ങിയ ഓപ്പോയുടെ F29 5G എന്ന മോഡലാണ്. ഇതിന് ഒരുപാട് ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. ഇതൊരു ഓഫ്ലൈൻ സീരീസ് ഫോണാണ്, ബട്ട് ദിസ് ഈസ് മോസ്റ്റ് ഡ്യൂറബിൾ ഫോൺ. ഞാൻ ഇതിൻ്റെ ഒരു അൺബോക്സിങ് ഞാൻ ചെയ്തു തരാം. ഓൾറെഡി ഓപ്പൺ ചെയ്തതാണ്, ഫോണൊക്കെ ഓൾറെഡി എടുത്തിട്ടുണ്ട്, ബാക്കി കാര്യങ്ങൾ നോക്കിയിട്ടൊന്നുമില്ല. ഇതാണ് ബോക്സ്. നമ്മുടെ കയ്യിലുള്ളതൊരു പർപ്പിൾ കളറാണ്, വേറൊരു ബ്ലൂ കളർ കൂടെ ഈ ഒരു ഫോണിന് വരുന്നുണ്ട്. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഭയങ്കര കട്ടിയുണ്ട് കേട്ടോ. ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഓപ്പോ എന്ന ഒരു ചെറിയൊരു പൗച്ച് വരുന്നുണ്ട്. ഈ പൗച്ചിനകത്ത് കേസ് ഉണ്ട് കേട്ടോ. കേസ് ഇതൊക്കെ സാംസങ് ആപ്പിളൊക്കെ കണ്ട് പഠിക്കേണ്ട കാര്യമാണ്. കേസ് അതും നല്ല ഒരു പ്രീമിയം, ഇതിൻ്റെ അകത്തൊരു ടെക്സ്ചറൊക്കെ ഉണ്ട്. നൈസ്, നല്ലൊരു കേസാണ് കേട്ടോ. കൊള്ളാം, കേസ് ക്വാളിറ്റിയൊക്കെ കൊള്ളാം. പിന്നെ ബുക്കും പേപ്പറൊക്കെ ഉണ്ട്. സിം ഇജക്ടർ ടൂൾ നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ, സീനൊന്നുമില്ല. പിന്നെ ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡൊക്കെ വരുന്നുണ്ട്. ഞാൻ കേസ് കാണിക്കാൻ വിട്ടുപോയി. ഇതാണ് കേസ്, ഉള്ളിലെ ആ ഒരു ടെക്സ്ചർ ഇതാണ്. ഇത്രയേ ഉള്ളൂ. പിന്നെ ഇത് പേപ്പറാണ്, പേപ്പർ മാറ്റി വെക്കാം. ഇതിലാണ് നമ്മുടെ ഫോൺ വന്ന ആ ഒരു കവറ്. പിന്നെ വേറെയും നമുക്കൊരു പേപ്പർ ഉണ്ട്, ഇത് ഫോണിൻ്റെ മേലെ വരുന്നത്. പിന്നെ ചാർജിങ് അഡാപ്റ്റർ 45 വാട്ടിൻ്റെ ഒരു ചാർജറാണ്, അഡാപ്റ്ററാണ് ഇതിന് വെച്ച് വരുന്നത്. ചാർജറൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓപ്പോയുടെ തന്നെ സൂപ്പർ വോക്ക് ചാർജറാണ്. പിന്നെ ചാർജിങ് കേബിളും ഉണ്ട് കേട്ടോ. ഇത് ടൈപ്പ് A ടു ടൈപ്പ് C കേബിളാണ്. രണ്ട് സൈഡും ടൈപ്പ് C വരുന്ന ഇപ്പോഴത്തെ ആ ഒരു സംഭവമല്ല. ടൈപ്പ് A ടു ടൈപ്പ് C കേബിളും കൂടെ വരുന്നുണ്ട്. 45 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ആണ്. ബട്ട് ഇതിനകത്ത് വരുന്ന ബാറ്ററി ഉണ്ടല്ലോ, വലിയ ബാറ്ററി, അതിനെക്കുറിച്ച് പറയാം. ഇതൊക്കെ ഒന്ന് മാറ്റി വെക്കട്ടെ. ഇതാണ് ഓപ്പോയുടെ F29. പർപ്പിൾ കളറാണ്, 8GB 128GB ആണ് നമ്മൾ കയ്യിലുള്ളത്. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് 23,999 ആണ്. ബട്ട് നിങ്ങൾ ഈ ഫോൺ വാങ്ങിച്ചിട്ട് ഇത് അത്യാവശ്യം ഡ്യൂറബിൾ ആയിട്ടുള്ള ഫോണാണെന്ന് ഞാൻ പറഞ്ഞു. താഴെ ഡ്രോപ്പ് ടെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്രിഡ്ജ് കൊണ്ടുവച്ച് ഐസും കട്ടയാക്കിയിട്ട് പൊട്ടിച്ച് നോക്കാം, വെള്ളത്തിലിട്ട് വെക്കാം, വെള്ളത്തിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി പറ്റും. അതിനൊരു ഫോട്ടോഗ്രാഫി മോഡുണ്ട്. അതായത് നമ്മൾ ക്യാമറ സെക്ഷനിൽ മോർ പോയി കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് അണ്ടർ വാട്ടർ എന്ന ഒരു മോഡുണ്ട്. ഈ ഒരു മോഡിൽ നിങ്ങൾക്ക് ഈ ബട്ടണൊക്കെ ഉപയോഗിച്ച് ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഹോം ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു കൗണ്ട് വരും. അതിനുശേഷം അത് എക്സിറ്റ് ആയിട്ട് കണ്ട, അതായത് എല്ലാ സ്പീക്കറിന് ഇതിൻ്റെ എല്ലാം വാട്ടർ ഇതിൻ്റെ അകത്തുള്ള എല്ലാം പുറത്തേക്ക് തള്ളുന്നൊരു സംഭവമാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അണ്ടർ വാട്ടർ ഈ ബട്ടൺ ടച്ച് വർക്ക് ആവത്തില്ല കേട്ടോ. സമയത്ത് നിങ്ങൾക്ക് ഈ ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി പറ്റും. അതൊരു നൈസായിട്ടുള്ള ഫീച്ചറായിട്ട് തോന്നി. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ചായയൊക്കെ വെക്കുന്ന സമയത്ത് ഫോൺ അഥവാ ഇങ്ങനെ വിളിക്കുമ്പോൾ ഇങ്ങനെ പോയി പേടിക്കേണ്ട ആവശ്യമില്ല, ഒന്നും പറ്റത്തില്ല. ഇനി അഥവാ കുക്കൊക്കെ ചെയ്യുന്ന സമയത്ത് സാമ്പാറൊക്കെ വെക്കുന്ന സമയത്ത് അതിലേക്ക് അറിയാതെ വീണു. അധികം ഗേൾസിനൊക്കെ വരുന്ന സംഭവമാണ് ഈ സാമ്പാറിലൊക്കെ വീണ് നമുക്ക് കേൾക്കാറില്ലേ. അപ്പോൾ അങ്ങനെ വീണ് കഴിഞ്ഞാലും ഒന്നും പറ്റത്തില്ല എന്നാണ് ബ്രാൻഡ് പറയുന്നത്. അഥവാ പറ്റാത്ത നിങ്ങൾ ഇപ്പോൾ പ്രീ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 180 ദിവസത്തേക്ക് ആക്സിഡൻ്റൽ ഡാമേജ് പ്രൊട്ടക്ഷൻ ഇതിന് വരുന്നുണ്ട്. സോ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഇനി അഥവാ സാമ്പാറിലോ ചായയിലൊക്കെ വീണാൽ പോലും സാധനം റീപ്ലേസ്മെൻറ്റ് ചെയ്ത് തരും. ഡിസ്പ്ലേ വീണ് പൊട്ടിയാൽ പോലും അഥവാ നിങ്ങൾ അത്യാവശ്യം ഡ്യൂറബിൾ അല്ലേ, എന്നാൽ പിന്നെ താഴെ ഇട്ട് നോക്കാം എന്ന് വെച്ച് ഇട്ട് കഴിഞ്ഞ് പൊട്ടിയാൽ പോലും 180 ദിവസത്തിനുള്ളിലാണെങ്കിലും മാറ്റിത്തരും. അതുകൊണ്ട് ആ ഒരു പേടിയും വേണ്ട. മോസ്റ്റ് ഡ്യൂറബിൾ ആയിട്ടുള്ള ഫോൺ തന്നെ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം കയ്യിൽ ഹോൾഡ് ചെയ്യാൻ നല്ല രസമുണ്ട്. അതായത് നല്ല കംഫേർട്ട് ഉണ്ട്. 159 ഗ്രാമൊക്കെ വെയിറ്റ് വരുന്നുണ്ട്, പക്ഷെ അത് അറിയുന്നില്ല കേട്ടോ. വെയിറ്റ് ഡിസ്ട്രിബ്യൂഷനൊക്കെ പക്കയാക്കിയിട്ടുണ്ട്. അതൊട്ടും ഫീൽ ചെയ്യുന്നില്ല. ഒരു 160 170 ഗ്രാം വെയിറ്റ് മാത്രമേ എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. 7.7 mm തിക്നെസ് മാത്രമേ വരുന്നുള്ളൂ. ഇതിനകത്ത് വരുന്ന ബാറ്ററി വലിയ ആളാണ്, 6500 mAh ബാറ്ററി ഇതിന് വരുന്നുണ്ട്. സുഖമായിട്ട് 2 ദിവസമൊക്കെ സുന്ദരമായിട്ട് യൂസ് ചെയ്യാം. ഞാൻ ഇപ്പോൾ അത്യാവശ്യം യൂസ് ചെയ്ത് നോക്കിയിട്ടും ചാർജ് കുറയുന്നേ ഇല്ലടി. എൻ്റെ ഫോണൊക്കെ ആണെങ്കിൽ എപ്പം ഓഫായി സമയം കഴിഞ്ഞു. ഇതിലങ്ങനെ പേഴ്സൻറ്റേജ് കുറയുന്ന തന്നെ വല്ലപ്പോഴും മാത്രമേ കുറയൂ. അപ്പോൾ അത്യാവശ്യം നല്ല ബാറ്ററി പാക്കപ്പ് ഇതിൽ കിട്ടും. 45-ൻ്റെ ആണ് ഫാസ്റ്റ് ചാർജിങ് വരുന്നത്.
അതൊട്ടും പോരാ. 6500 mAh ചാർജ് ചെയ്യാൻ അതൊട്ടും പോരാ. പക്ഷേ ബഡ്ജറ്റ് റേഞ്ച് ഇതിൻ്റെ ഒരു F29 Pro ഉണ്ട്, അതിൽ 80 വാട്ട് കിട്ടുന്നുണ്ട്. ഇത് കുറച്ച് വില കുറവായതുകൊണ്ട് തന്നെ ആണ് 45 മാത്രമേ ഓപ്പോ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. സോ അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തോന്നി. ഡിസ്പ്ലേ, ഇതിൻ്റെ ഡിസ്പ്ലേ 6.7 ഇഞ്ച് വരുന്ന അമോലഡ് ആയിട്ടുള്ള 120 Hz ഡിസ്പ്ലേ ആണ് വരുന്നത്. നല്ല ഡിസ്പ്ലേ ആണ്. ബെസലൊക്കെ അത്യാവശ്യം കുറവാണ്. ഞാൻ കണ്ടില്ലേ, ഈ ഒരു മുകൾ വശത്തല്ല, താഴെ മാത്രം, മുകളിലും താഴെയാണ് കുറച്ചധികമുള്ള, സൈഡിലൊക്കെ ബെസൽ കുറവാണ്. കമ്പാരിറ്റീവ്ലി അങ്ങനെ ബെസലും വലുതായിട്ടൊന്നുമില്ല. ഇപ്പോൾ റീസെൻ്റായിട്ട് ഇറങ്ങിയ പിക്സൽ 9 ബെസലൊക്കെ കണ്ടിട്ടില്ലേ, അതൊക്കെ നോക്കുമ്പോൾ ഇതൊക്കെ സ്വർഗ്ഗമാണ്. ബെസലൊക്കെ കുറവാണ്, അത് ഇഷ്യൂസ് ഇല്ല. ഡിസ്പ്ലേ വൈസ് നല്ല രസമുണ്ട്. കുറുവിടും നല്ല ഫ്ലാറ്റാണ്. കൂടുതൽ പേരും ആ കാര്യം നോക്കാറുണ്ട്. ഇതിന് ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇറ്റ്സ് നൈസ്. ഡിസ്പ്ലേ വൈസ് നല്ല രസമുണ്ട്. ഡിസ്പ്ലേയിലൊന്നും ഒരു ഇഷ്യൂസും ഇല്ല. 120 Hz ആണ്, നല്ല സ്മൂത്താണ്. ഫൺ ടച്ച് OS 15 ആയതുകൊണ്ട് തന്നെ ഓരോരോ ആപ്പ്, അതായത് ഇങ്ങനെ ഇപ്പം ക്ലോസ് ചെയ്ത് നോക്കും, നല്ലൊരു ആനിമേഷൻ അല്ലെങ്കിൽ നല്ല ഫാസ്റ്റായിട്ട് സംഭവമൊക്കെ നടക്കുന്നുണ്ട്. അതൊരു ഫാസ്റ്റായിട്ട് തോന്നി. പിന്നെ ബ്ലോട്ട് വയേഴ്സ് ഒരുപാടുണ്ട് കേട്ടോ. ബ്ലോട്ട് വയേഴ്സിൻ്റെ ഒരു ഉത്സവം തന്നെയാണ് ഇതിലുള്ളത്. ഒരു കെട്ട് ബ്ലോട്ട് വയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിം, എൻ്റെ അമ്മോ, ഇമാതിരി ബ്ലോട്ട് വയേഴ്സ് ഞാൻ വേറെ ഏത് ഫോണിൽ കണ്ടിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് ഗെയിംസ്, നമ്മൾ ഈ ആഡൊക്കെ കാണുന്ന സമയത്ത് ഓരോ ഗെയിമൊക്കെ ഡൗൺലോഡ് ചെയ്യാനൊക്കെ വരാറില്ലേ, അങ്ങനെയുള്ള എല്ലാ ഒട്ടുമിക്ക ഗെയിമും ഇതിലുണ്ട്. അപ്പോൾ ഡിലീറ്റ് ചെയ്യാനൊക്കെ പറ്റും, ഡിലീറ്റ് ചെയ്താൽ മതി. പക്ഷേ ബ്ലോട്ട് വയേഴ്സ് ഉണ്ട് എന്നേ ഉള്ളൂ. ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അത്യാവശ്യം ഫാസ്റ്ററാണ്. 2 വർഷത്തേക്ക് ലാൻഡ്രോഡ് അപ്ഡേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്കൂൾ നല്ലൊരു ഫൺ ടച്ച് OS 15 ഫാസ്റ്റർ ആണ്. ഈ ബ്ലോട്ട് വയേഴ്സിൻ്റെ ഒക്കെ ഇഷ്യൂ ഉണ്ട്, അതല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നും അതിനെപ്പറ്റി പറയാനില്ല. ഈ ഒരു ഫോണിൻ്റെ ക്യാമറ, പ്രൈമറി ക്യാമറ 50 MB ഒരു പ്രൈമറി ക്യാമറ വരുന്നുണ്ട്. 2 MB ഡെപ്ത് സെൻസറാണ്. പിന്നെ ഇതൊരു ഡമ്മി പീസും ഇതൊരു ഫ്ലാഷ് ആയിട്ടാണ് വരുന്നത്. സെൽഫി ക്യാമറ 16 MB സെൽഫി ക്യാമറ വരുന്നുണ്ട്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ക്യാമറയുടെ ഭാഗത്ത് വരുന്നുണ്ട്. റിയർ ക്യാമറയിലാണെങ്കിൽ നമുക്ക് 4K 30 FPS ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. സെൽഫി ക്യാമറയിൽ 1080p 13 FPS ആണ്. ഫ്രണ്ടിൽ 4K ഇല്ല, വലിയ കുഴപ്പമൊന്നുമില്ല. ഈ റേഞ്ചിൽ എല്ലാവരും ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇതൊരു മെയിൻ ക്യാമറ ഫോണല്ല, പക്ഷേ റിയറിൽ നമുക്ക് 4K തരുന്നുണ്ട്. പിന്നെ ഫിംഗർ പ്രിൻ്റ് സ്കാനർ ഇതിൻ്റെ ഈ മൂട്ടത്ത് ഏറ്റവും താഴത്താണ്. നമ്മൾ ഇങ്ങനെ പിടിക്കണം. നമ്മൾ ഈ ഒരു സ്ഥലത്ത് നോർമലിയൊക്കെ ഈ ഒരു പൊസിഷനിലാണ് ഫിംഗർ പ്രിൻ്റ് ഉണ്ടാവാറ്, പക്ഷേ ഇതിൽ ഏറ്റവും താഴെയാണ്. പക്ഷെ അത് ഫാസ്റ്റായിട്ട് വർക്കാവുന്നുണ്ട്. അതാണല്ലോ നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ഫാസ്റ്റായിട്ട് വർക്കാവും, ഒരു ഇഷ്യൂ ഇല്ല. ഫാസ്റ്റായിട്ട് ഞാൻ ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ, ലോങ് പ്രസ് ചെയ്യണം. അല്ലാതെ മറ്റേ ഈ അൾട്രാസോണിക് പോലെ ഇങ്ങനെ ആവില്ല. ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കണം. ഒപ്റ്റിക്കലാണ്, അതുകൊണ്ട് ആ ഒരു നല്ല ഫാസ്റ്റായിട്ട് നല്ലൊരു ആനിമേഷനും ഉണ്ട്. അതിലൊന്നും ഒരു ഇഷ്യൂ ഇല്ല. ഫാസ്റ്റായിട്ട് അതൊക്കെ വർക്കാവുന്നുണ്ട്. ഇനി പെർഫോമൻസ് ആണെങ്കിൽ ഇതിൽ വരുന്നത് സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 1 ആണ്. പെർഫോമൻസ് ഒന്നും അങ്ങനെ ഇല്ല. ഗെയിമിംഗ് ഓറിയൻ്റ് ആയിട്ടുള്ള ഫോണല്ല ഇത്, അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള എല്ലാ പരിപാടികളും സ്മൂത്തായിട്ട് പോകും. അതിനൊന്നും വലിയ ഇഷ്യൂസ് ഇല്ല. ഗെയിം കളിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഒരു ഡീസൻറ്റ് ലെവൽ ഗെയിമിംഗ് ഇതിൽ കളിക്കാൻ വേണ്ടി പറ്റും. എന്നല്ലാതെ വലിയ ഗെയിമിംഗ് ഓറിയൻ്റ് ആയിട്ടുള്ള ഫോണല്ല. അപ്പോൾ ആ രീതിയിലൊന്നും ഇത് പോയി എടുക്കേണ്ട ആവശ്യമില്ല. നോർമൽ എല്ലാ കാര്യങ്ങളും പക്കയായിട്ട് വർക്കാവുന്നുണ്ട്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇതിൽ വരുന്നുണ്ട്. സർക്കിൾ ടു സെർച്ച് വരുന്നുണ്ട്. പിന്നെ ഈ ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഏതൊക്കെയാണെന്നുള്ളത്. ഒന്നാമത് എൻഹാൻസർ ക്ലാരിറ്റി, അതായത് ഫോട്ടോയുടെ ക്ലാരിറ്റി കൂട്ടുന്നൊരു ഫീച്ചർ വരുന്നുണ്ട്. AI ഇറൈസർ വരുന്നുണ്ട്. അൺബ്ലർ, റിമൂവ് റിഫ്ലക്ഷൻ, അങ്ങനെയുള്ള എല്ലാ കോമൺ ആയിട്ടുള്ള AI ഫീച്ചേഴ്സും ക്യാമറയുടെ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി, ഈ ഒരു ഫോൺ നെറ്റ്വർക്ക് ബൂസ്റ്റ് വരുന്നുണ്ട്. ഒരു 300% നെറ്റ്വർക്ക് ബൂസ്റ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈവൻ റേഞ്ച് ഇല്ലാത്ത ഇടങ്ങളിൽ പോലും നോർമലുള്ള ഫോണിലേക്കാളും കുറച്ചും കൂടെ ബെറ്റർ നെറ്റ്വർക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. LPDDR5 റാമും UFS 3.1 സ്റ്റോറേജ് തന്നെ കൊടുത്തിട്ടുണ്ട്. സോ അതിലൊന്നും ഒരു ഇഷ്യൂസും പറയാനില്ല. ഓവറോൾ പറയുകയാണെങ്കിൽ 24,000 രൂപയുടെ ഈ ഒരു ഓപ്പോ ഫോൺ മോസ്റ്റ് ഡ്യൂറബിൾ ആണ്. അതൊരു ഹൈലൈറ്റ് ആണ്. ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം അതാണ്. ഇനി ഇടയ്ക്കിടയ്ക്ക് ഈ ഫോണൊക്കെ എടുത്ത് എറിയുന്നവരാണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് പോയി വാങ്ങിച്ചോളൂ, കുഴപ്പങ്ങളൊന്നുമില്ല. അങ്ങനെ വലിയ രീതിയിലൊന്നും പൊട്ടാനൊന്നും പോകുന്നില്ല. അങ്ങനെയുള്ളവർക്ക് നൈസ് ഫോണാണ്. എല്ലാത്ത രീതിയിൽ നല്ല ഡിസ്പ്ലേ വരുന്നുണ്ട്, നല്ല ക്യാമറ, എല്ലാം അത്യാവശ്യം നല്ല ഡീസൻറ്റ് ലെവലിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിലൊന്നും ഇഷ്യൂസ് പറയാനില്ല. അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തുള്ള ലേറ്റസ്റ്റ് ഫോൺസൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ആലിഫി മാർട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോണൊക്കെ വാങ്ങാൻ വേണ്ടി പറ്റും. അപ്പം അവരാണ് നമുക്ക് ഈ ഒരു ഫോൺ റിവ്യൂ ചെയ്യാൻ വേണ്ടി തന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളിപ്പം കണ്ണൂരോ അല്ലെങ്കിൽ കാസർഗോഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ തൃക്കരിപ്പൂരാണ് ഇവിടെ ഷോപ്പ് വരുന്നത്. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനിൽ അതേ പ്രൈസിൽ തന്നെ ഏത് ഫോൺ വേണമെങ്കിലും വാങ്ങാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരുപാട് ഓഫേഴ്സും ഗാഡ്ജറ്റൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുമുണ്ട്. ഇനി അഥവാ നിങ്ങൾ നമ്മളെ കണ്ണൂർ കാസർഗോഡ് അല്ല എന്നുണ്ടെങ്കിൽ തന്നെ
നിങ്ങൾക്ക് വേറെ എവിടെയാണെങ്കിലും ഓൺലൈൻ ഡെലിവറി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് നമ്പറും കാര്യങ്ങൾക്ക് ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം മതി. IQ ഫോൺസൊക്കെ തന്നെ ഓഫ്ലൈനിൽ കിട്ടുമോ എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്കും ജസ്റ്റ് ആലിഫി മാർട്ടിനെ കോൺടാക്ട് ചെയ്യുക. നല്ല അടിപൊളി ഓഫറിൽ ഫോൺ കിട്ടും. സോ വാങ്ങണമെന്നുണ്ടെങ്കിൽ പോയി നോക്കാം കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് യുവർ ഫ്രണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.